പ്രാർത്ഥന ചൊല്ലിയത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ എന്നാണ്. പെർദുക്കാത് നോസ് ആദ്ബീത്ത മെത്തേർണ എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവനിലേക്ക് നയിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അനുതാപ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് കീറിയെ ലൈസോൺ, കർത്താവെ കനിയണമേ എന്നുള്ള പ്രാർത്ഥന തുടങ്ങുകയാണ്. അത് ഗായക സംഘം പാടുന്നു. കീറിയെ ലൈസോൺ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ അർത്ഥം കർത്താവെ കനിയണമേ എന്നാണ്. ഈ ഭാഷയിലുള്ള ഇത് കീറിയെ ലൈസോൺ എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ള ഉച്ചാരണം ആണ്. മലങ്കര സീറോ മലങ്കര സഭയിലും അതോടൊപ്പം തന്നെ പൗരസ്ത്യ സഭകളിലും ആവർത്തിച്ച് ദിവ്യപൂജാ മധ്യേ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കുറിയെ ലൈസോൺ. കുറിയെ ലൈസോൺ എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള ഉച്ചാരണമാണ്. ആ പഴയ രീതിയിലുള്ള ഉച്ചാരണവും പുതിയ രീതിയിലുള്ള ഉച്ചാരണവും അത് അർത്ഥം ഒന്ന് തന്നെ, കർത്താവെ കനിയണമെന്ന്. ലത്തീൻ സഭയിലെ ദിവ്യപൂജ ആരംഭത്തിൽ പറയുന്ന പ്രാർത്ഥനയാണ് കർത്താവെ കനിയണമെന്ന്. അതിൻ്റെ സുന്ദരമായ രീതിയിൽ ഗ്രിഗോറിയൻ ചാണ്ട് എന്ന് പറയും. ഗ്രിഗോറിയൻ ചാണ്ട് എന്ന് പറയുന്നത് സഭയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഗീതം ആണ്. ആ ഗീതം രീതിയാണ് വളരെ നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്രാർത്ഥനാരൂപവും പ്രാർത്ഥനാരൂപത്തിൻ്റെ തന്നെ ഗീതരൂപവും ആണ് കീറിയെ എലൈസോൺ എന്നുള്ള പ്രാർത്ഥന. അതാണിപ്പോൾ നടക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ മാർ റഫേൽ തട്ടിൽ പിതാവിനെ ചിത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാവ ക്ലീമിസ്, ബസേലിയസ് ക്ലീമിസ് ബാവ തിരുമേനിയെയും കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ രണ്ട് സഭയിലെ സൂയി യൂറിസ് ചേർച്ചസ് എന്ന് പറയുന്ന, അതായത് സ്വന്തമായി ഉള്ള നിയമമുള്ള സഭയെന്നാണ് അതിൻ്റെ അർത്ഥം. സൂയി യൂറിസ് ചേർച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ 3 സൂയി യൂറിസ് ചേർച്ചുകളാണുള്ളത്. സ്വന്തമായിട്ടുള്ള നിയമമുണ്ടെന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ തന്നെ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും സൂയി യൂറിസ് ചേർച്ച്, അതുപോലെ തന്നെ ലത്തീൻ സഭ, ലത്തീൻ ആഗോള സഭയിൽ സ്വന്തമായ നിയമമുള്ളത്. 2 തരം നിയമങ്ങളാണ് സഭയിൽ ഉള്ളത്. ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 തരം നിയമങ്ങൾ. ഒന്നാമത്തെ നിയമമാണ് ഈ കാനൻ ലോ, അത് പാശ്ചാത്യ സഭയിലെ കാനൻ ലോ, അതാണ് ഈ ലത്തീൻ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് പൗരസ്ത്യ സഭയിലെ കാനൻ ലോ, അതാണ് ഈ പൗരസ്ത്യ സഭകളെ നിയന്ത്രിക്കുന്നത്. സഭയിൽ 22 റീത്തുകളുണ്ട്. ആ റീത്തുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഓരോ സഭയും, ഏത് പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും ആണെങ്കിൽ 2 തരം നിയമങ്ങൾ അതിനെ നയിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവെ കനിയണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം സമ്മതി പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാഹൃത പ്രാർത്ഥന അല്ലെങ്കിൽ സമ്മതി പ്രാർത്ഥന എന്ന പ്രാർത്ഥനയാണ് നടക്കുന്നത്. ആ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്: നിത്യയിടയനായ അങ്ങയുടെ ജനത്തിൻ്റെ നിത്യയിടയനായ ദൈവമേ, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ സഭയിൽ സ്നേഹത്തിൻ്റെ അധ്യക്ഷത വഹിച്ച ഫ്രാൻസിസ് പാപ്പായ്ക്ക് അദ്ദേഹത്തിൻ്റെ ജനത്തോടൊപ്പം അങ്ങയുടെ പക്കൽ വിശ്വസ്ത സേവകർക്ക് നൽകുന്ന പ്രാർത്ഥന നൽകണമേ, സ്ഥാനം നൽകണമേ, സമ്മാനം നൽകണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ സാരം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തുടരുന്നത് വേദപുസ്തകത്തിൽ നിന്നുള്ള, ബൈബിളിൽ നിന്നുള്ള വായനയാണ്. ഒന്നാമത്തെ വായന അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായനയാണ്. 10-ാം അധ്യായം 34 മുതൽ 43 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. വഴികാട്ടിയായിട്ട് നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം വിളിച്ചോതുന്നത് ആണ് ഈ ചടങ്ങുകൾ, ഈ തിരുക്കർമ്മങ്ങൾ എന്ന് പറയാൻ സാധിക്കും. നേരത്തെ നമ്മൾ കേട്ട ഒന്നാമത്തെ വായന അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്നാണ്. പത്രോസിൻ്റെ പ്രസംഗമാണ് നാം കേട്ടത്. അത് 10-ാം അധ്യായത്തിലുള്ള അപ്പോസ്തല പ്രവർത്തനത്തിൽ പത്രോസിൻ്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ വളരെ സുന്ദരമായിട്ട് പറയുന്നത്, യേശുവിനെക്കുറിച്ച് പറയുന്നത് അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നാണ്. ആ വാചകം യഥാർത്ഥത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. അവൻ നന്മ ചെയ്തത്
ഈ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുള്ള മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്തു. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ ആയിട്ടുള്ള ശ്രമം ഫ്രാൻസിസ് പാപ്പ നടത്തുകയുണ്ടായി. ഈ പെസഹ കാലത്ത് വലിയ വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച ഉള്ള ഒരു ചടങ്ങാണ്, തിരുക്കർമ്മം ആണ് സാധാരണഗതിയിൽ കാല് കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. യേശു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ ശിഷ്യരുടെ പാദങ്ങളിൽ കഴുകി അവരെ പാദങ്ങൾ ചുംബിച്ചതിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് സഭയിൽ വർഷാവർഷം പെസഹ കാലത്ത് ഈസ്റ്ററിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണ്. എന്നാൽ അത് ഫ്രാൻസിസ് പാപ്പ അത് ഈ ആരാധനക്രമത്തിലെ ഒരു കർമ്മമായിട്ട്, തിരുക്കർമ്മമായിട്ട് മാത്രം നിലനിർത്താതെ അത് മറ്റു മനുഷ്യരെ കൂടി ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. അതിന് റോമിലുള്ള ജയിലുകളിലേക്ക് പോയി അവിടെ എല്ലാവരെല്ലാം തിരസ്കരിക്കപ്പെട്ട കുറ്റവാളികളെന്ന് ലോകം വിധിച്ച, ഒരുപക്ഷെ അവർ എല്ലാവരും കുറ്റവാളികളായിരിക്കുകയില്ല, അങ്ങനെയുള്ള മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും ചേർത്ത്, ദരിദ്രരെയും തിരസ്കരിക്കപ്പെട്ടവരെയും സമൂഹം കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞവരെ പോലും ദൈവത്തിൻ്റെ വിശാല ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട്, കരുണയുടെ ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കൂടി ചേർത്ത് നിൽക്കാനായിട്ട് ശ്രമിച്ച ഫ്രാൻസിസ് പാപ്പായുടെ ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ പ്രാവശ്യം അദ്ദേഹത്തിന് അപ്രകാരം ജയിലിൽ പോയി പാദങ്ങൾ കഴുകാനുള്ള സാധ്യതയില്ലായിരുന്നെങ്കിലും അദ്ദേഹം ജയിലിൽ പോയി, അവിടെയുള്ള റോമിലെ ഒരു ജയിലിൽ പോയി ആളുകളെ കാണുകയും തടവുകാരെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ജീവിതത്തിൻ്റെ അവസാനത്തിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് സംഭവിച്ച കാര്യമാണിത്. അപ്പോൾ അവൻ ചെയ്തത് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയെന്ന് പത്രോസ് അപ്പോസ്തലൻ ഈ ജനത്തെ ഉദ്ബോധിപ്പിച്ചെങ്കിൽ അക്കാര്യം തന്നെ ഫ്രാൻസിസ് പാപ്പായെക്കുറിച്ച് പറയാൻ സാധിക്കും. അതിനെ തുടർന്ന് ഒന്നാമത്തെ വായനയ്ക്ക് ശേഷം കേട്ടത് കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന സങ്കീർത്തന ഭാഗം ആണ്. അത് ഫ്രാൻസിസ് പാപ്പ തീർച്ചയായിട്ടും വിശ്വസിച്ചതാണ്. ഇരുളടഞ്ഞ താഴ്വരയിലൂടെ നടന്നാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ അവിടുത്തെ ദണ്ടും അവിടുത്തെ ഡിറക്ഷനും അതുപോലെ തന്നെ അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാം വായനയായിട്ട് നാം കേട്ടത് ഫിലിപ്പിയക്കാർക്ക് പൗലോസ് എഴുതിയ, ഫിലിപ്പിയിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. 3-ാം അധ്യായം 20-ാം വാക്യം മുതൽ 4-ാം അധ്യായം 1-ാം വാക്യം വരെ. ആ വാക്യം അതിൽ പറയുന്ന സുന്ദരമായിട്ടുള്ള വചനം ഇതാണ്: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ളത്. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രമുഖനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ലോകത്തിന് നന്മ ചെയ്ത ഒരാൾ മരിച്ചു കഴിയുമ്പോൾ സാധാരണ പറയുന്നത് അത് വളരെ വലിയൊരു നഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇയാളെ നഷ്ടപ്പെട്ടിരുന്നു. ശരി തന്നെ. അതേസമയം ക്രൈസ്തവമായ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ നഷ്ടമെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നില്ല ദൈവശാസ്ത്രപരമായിട്ട്. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആണെങ്കിൽ നമ്മുടെ സ്വർഗത്തിൻ്റെ പൗരനായിട്ട് മാറിയ ആൾ, അദ്ദേഹം നമുക്ക് മധ്യസ്ഥനായിട്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഉണ്ടാകും. അപ്പോൾ അതൊരർത്ഥത്തിൽ ലാഭമായിട്ടാണ് കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം, ഈ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. ഇത് ആവർത്തിക്കാൻ കഴിയുന്ന ആളാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായിട്ടും ജീവിച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അതിൽ വേർതിരിവുകളില്ല. അതിൽ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവനെന്നോ ഇല്ല. ആരൊക്കെ മനുഷ്യരാണ് അവർക്കെല്ലാവർക്കും വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് അതിലുള്ളത്. അതിനുശേഷം മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചവൻ്റെ ചിത്രം അവൻ പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി ഒരർത്ഥത്തിൽ മധ്യസ്ഥം പറയുവാനായിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ നടക്കുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. ഡീക്കൻ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ടെക്സ്റ്റ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെ വചനങ്ങളാണ്. ഉത്ഥാനത്തിന് ശേഷം യേശു 3-ാം പ്രാവശ്യം ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുമായിട്ടുള്ള സംഭാഷണമാണ്. സംഭാഷണത്തിൻ്റെ ഏറ്റവും അവസാനം പത്രോസിന് സഭയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, സഭയുടെ നേതൃത്വം പത്രോസിനെ ഫരമേൽപ്പിക്കുന്ന ചിത്രമാണ് നമ്മളിത് കേൾക്കുന്നത്. അതാണ് ഈ വലിയ ഇടയന് വിട പറയുമ്പോൾ ഈ സഭ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം
നീ എൻ്റെ ആടുകളെ മേയിക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് പറയുന്നത്. ആരാണ് എൻ്റെ ആടുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മനുഷ്യരും നിൻ്റെ ആടുകളാണ്. എല്ലാവരെയും ശുശ്രൂഷിക്കുക, എല്ലാവർക്കും വേണ്ടി നിൻ്റെ സേവനം വയ്ക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ സുവിശേഷ വായന അവസാനിപ്പിച്ചിരിക്കുന്നു. വെർബും ഡോമിനി എന്ന് പറയുന്നു. വെർബും കർത്താവിൻ്റെ വചനം എന്നാണ് ലത്തീനിൽ അതിൻ്റെ അർത്ഥം. അതിനുശേഷം ജനം പറയുന്നു ലൗസ് തിബി ഡോമിനെ, കർത്താവെ നിനക്ക് സ്തുതി എന്നും. വായിച്ച സുവിശേഷ ഭാഗം വായിച്ച ആൾ ചുംബിച്ചതിന് ശേഷം തൽസ്ഥാനത്തേക്ക് മടങ്ങുന്നു. ഇപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് ഈ ചെറിയ സുവിശേഷ പ്രസംഗം കേൾക്കാം. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. 1:30 കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങിൻ്റെ അവസാന ഘട്ടം ആരംഭിച്ചിരിക്കുന്നത്. അതിലെ നിർണായകമായ നിമിഷങ്ങളാണ് വിശ്വാസികൾ പ്രമാണത്തിൽ ഊന്നിയിട്ടുള്ള സംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു.